ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സ്കാരി ടീച്ചറാണ്. സ്കാരി ടീച്ചർ ഇതാണ്. ഈ സ്കാരി ടീച്ചർ എന്ന് പറയുന്നവർ. ഓക്കെ, ഈ നിൽക്കുന്നവരുടെ പേരാണ് സ്കാരി ടീച്ചർ. അയ്യോ, വീണ്ടും വീണ്ടും പോവാതെടേ. സ്കാരി ടീച്ചറിനെ ഒന്ന് കാണിക്കട്ടെ. ഓക്കെ, നമ്മൾ സ്കാരി ടീച്ചർ എന്ന് പറയുന്നത് ഇതാണ് സ്കാരി ടീച്ചർ. കണ്ണ് നിറയെ കണ്ടോളൂ. ഓക്കെ, ഇതാണ് സ്കാരി ടീച്ചർ. സോ നമ്മൾ ഇതിനകത്ത് ഈ ഗെയിമിനകത്ത് ബേസിക്കലി ചെയ്യേണ്ടത് നമ്മൾ ഇവരെ ശല്യപ്പെടുത്തുക. അതായത് ഇവർ സൈക്കോ ടീച്ചറാണ്. ഇവരെ അത് കാരണം നമ്മൾ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഈ സൈക്കോയ്ക്ക്, അതായത് ഞാനെന്ന് ഈ സൈക്കോയ്ക്ക് എന്താ സന്തോഷം കിട്ടും. സൈക്കോനെ ശല്യപ്പെടുത്തുന്ന വേറൊരു സൈക്കോ ആണ് ഈ ഗെയിമിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞുള്ള അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കളിച്ചു നോക്കാം. ഓക്കെ, നമ്മളോട് പറയുന്ന ആ ടി വി പോയിട്ട് ബ്രേക്ക് ചെയ്യാനാണ്. എൻ്റെ കയ്യിൽ ഇതെന്താ സ്റ്റാർ എന്തോ കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ കറങ്ങിപ്പോയി ഗായ്സ്. സ്റ്റാർ എങ്ങാണ്ട് കിട്ടിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു. ഓക്കെ, എന്തായാലും ഹിൻസ് ടാപ്പ് ടു സിയോ. ഓക്കെ, റിവീൽ ഹിൻറ്റ് സ്മാഷ് ടി വി വിത്ത് ക്രോബാർ. അയ്യോ, അറിയത്തില്ലായിരുന്നു, പറഞ്ഞു തന്നതിന് നന്ദി. ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ക്രോബാർ വെച്ചാൽ ബ്രേക്ക് ചെയ്യേണ്ടതെന്ന്. ഇതുവഴി കയറാൻ പറ്റില്ല. ഗേസ്, ഈ ജനലുണ്ട്. ഈ ജനൽ വഴി ചാടി കയറാൻ പറ്റുമോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറ്റുന്നുണ്ട് ഗീസ്. ഇതെന്താ എടുക്കാൻ പറ്റാതെ? വരുന്നു. അല്ല, ഡോർ ഓപ്പൺ ആയതാ, ഞാൻ തന്നെ ഓപ്പൺ ചെയ്തതാ. ഓക്കെ, റൺ ബിഫോർ ടീച്ചേഴ്സ് ക്യാച്ചസ് യു എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ നോടാം, ഓടിയിട്ട് കാത്തിരിക്കാം ഗീസ്. ഓക്കെ, ഇനി അവരൊന്ന് പോയിട്ട് ആ ടി വി ഒന്ന് കാണട്ടെ. ഓക്കെ, ടി വി കണ്ടിട്ട് നമ്മുടെ ടീച്ചർക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഇച്ചിരി വോളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഇതെന്താ സാധനം? ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ruin Misty's dress to prevent her from going to masked party. ഓക്കെ, സോ ഇത് അതായത് നമ്മൾ ഈ ഒരു ഇത് കട്ട് ചെയ്യണം. ഈ ഒരു ഡ്രസ്സ് കട്ട് ചെയ്ത് കളയണം. അതാണ് ഇതിനകത്തെ പരിപാടി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനുവേണ്ടി നമുക്ക് സിസേഴ്സ് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് അവരുടെ ഡ്രസ്സ് എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ഫൈൻഡ് എ ടൂൾ ടു കട്ട്. ഇതിൽ നെക്കി കഴിഞ്ഞാൽ നമുക്ക് കാൽപാദം കാണാൻ പറ്റും. ഇത് നെക്കി നോക്കാം. ഇതേ ഗീസ് കാൽപാദം. ഓക്കെ, നമുക്ക് ഇതിനെ പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എന്തോ ഉണ്ട്. ഇതെന്താ സാധനം? വിഷയമില്ല. ഓക്കെ, ഇതേ ഇവിടെ ഇരിപ്പുണ്ട് സിസേഴ്സ്. ഓക്കെ, നമുക്ക് സിസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുഴുവൻ അരിച്ചു വറക്കാം. അവരുടെ ഡ്രസ്സ് ഇരിക്കുന്ന ആ റൂം ഏതാണെന്ന്. അവരിപ്പം കിച്ചണിലാണുള്ളത്, എനിക്ക് തോന്നുന്നു കിച്ചണിലാണെന്ന്. സോ നമുക്ക് മണ്ടയിലേക്ക് ഫസ്റ്റ് തന്നെ കയറി നോക്കാം. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതാണ്. അല്ല, ഇതെന്ത് വേറെന്തോ റൂമാണ്. ഇതല്ല. അയ്യോ, താഴോട്ട് വീഴാൻ പോന്നേ. ഓക്കെ, എടുത്ത റൂം നോക്കാം. ഇതിൻ്റെ അകത്ത് കബോർഡിൻ്റെ അകത്ത് വല്ലതും ആണ്. ഈ റൂമിൽ തന്നെ അല്ല ഗീസി, കബോർഡിനകത്തല്ല. നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. സോ ഇതിൻ്റെ താഴെ വീണ്ടും എന്തോ ഇതെന്താ ഈ സാധനം? ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നോക്കാം. ഇവിടെ ഇല്ല. ഇവിടെ ടി വി റൂമാണ്. സോ നമുക്കിത് വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാം ഇവിടെ എന്തെങ്കിലും കാണുമെന്ന്. അവിടെ എന്താ ഗെയിമിംഗ് റൂം. ഇവർ ഗെയിമും കളിക്കുക. അതെന്തായാലും കൊള്ളാമല്ലോ. ഗെയിമറാണെന്ന് തോന്നുന്നില്ലേ. ഓക്കെ, എന്തായാലും ഇവിടെ ഈ റൂമിൽ കാണോ? ടോർച്ചർ റൂമിലുണ്ടോ? ഇല്ല. അയ്യോ, പിടിച്ചു. ഓക്കെ, നമ്മളങ്ങനെ ഇതേ കയറി വരുമ്പോൾ തന്നെ ഈ റൂമായിരുന്നാ മിസ്റ്റീസ് റൂം. അതെ, ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കംപ്ലീറ്റ് ആയി. നമുക്ക് ഇതുവഴി ചാടി ഇറങ്ങിപ്പോയി വെളിയിലേക്ക് നിൽക്കാം. ഡാമേജ് കിട്ടിയെന്ന് തോന്നുന്നു. അതെന്തായാലും നമുക്ക് ഇതുവഴി ഇറങ്ങിപ്പോയിട്ട് ആ വെളിയിൽ പോയി നിൽക്കാം. അവരിവിടെ ഒന്നും കാണാനില്ല. അവർ ഇപ്പോൾ ഒന്നും വരില്ല. നമുക്കെന്തായാലും അവർ വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്. അവർ കണ്ട്. ഇനി നമുക്ക് അടുത്ത ലെവല് എന്താണെന്ന് നോക്കാം. ഇതിനൊക്കെ അറിയുന്നതിനിപ്പോൾ പുതിയ ഡ്രസ്സ് മേടിച്ചാൽ പോരെ. റിച്ചല്ലേ, സ്കൂൾ പ്രിൻസിപ്പളല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്ലേസ് എ പിൻ ഓൺ സോഫ സോ ദാറ്റ് ക്യാൻ ഇറ്റ് പിഞ്ചസ് മിസ്റ്റി ആൻഡ് എൻജോയ് വാച്ചിങ് ഹെർ സഫർ. ഇത് സൈക്കോ ഇവനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഇത് വല്ല ഡൗട്ടും ഉണ്ടോ? ഓക്കെ, നമ്മൾ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവരിയ്ക്കുന്നിടത്തൊരു പിന്ന് കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് അവർ
കിടന്ന് വേദന എടുക്കുന്ന കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കണം എന്നാണ് അവൻ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാം. ഓ വീണ്ടും നമ്മൾക്ക് പറ്റിയ ആപത്തും തന്നെ. എന്നെ പിടിച്ചു, കായ്സ് പിടിച്ചു. ഓക്കെ ഗൈസ്, നമ്മൾക്ക് ഇനി ഇത് തുറന്ന് അങ്ങോട്ട് ഇറങ്ങാം. കാരണം ആ വഴി അവരിങ്ങനെ നടക്കാൻ വരുന്ന പോലെ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അയ്യോ, അവരെന്നെ ഓടിക്കാൻ വരുന്നു. നോ, നമുക്ക് ചുറ്റും കിടന്ന് ഓടാം. അവരുടെ ഓട്ടം കാണാൻ നല്ല രസമുണ്ടല്ലേ. ഓക്കെ, അങ്ങനെ നമുക്ക് ഗേസ് ഫ്രീ ആയിട്ട് തന്നെ പിന്നെ കിട്ടി. നമ്മളുടെ ഏഞ്ചൽ പോലത്തെ സാധനം കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ തന്നു. ഇനി നമുക്ക് ഈ പുറകിലത്തെ ഈ വഴി കയറാം. ഇത് കയറിക്കഴിഞ്ഞാൽ എവിടെ എത്തുന്നേ നോക്കട്ടെ. കിച്ചണിലാണ് ഗീസ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി ഈ ഡോർ തുറന്നാൽ നമുക്ക് വെളിയിലേക്ക് എത്താം. ഇനി അവർ വെളിയിൽ പോയി എക്സസൈസ് ചെയ്യാൻ നോക്കി. കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, ഇനി ഈ സാധനം എടുത്തിട്ട് ഇവിടെ വെക്കണം. ഓക്കെ, അതെന്തായാലും നമ്മൾ വെച്ചിരിക്കുന്നു. ഇനി ഇതുവഴി നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. വേണ്ട, അവരതേ ഇതുവഴി വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നമ്മളിപ്പോൾ ആ വഴി ഇറങ്ങുന്നില്ല. ഇനി അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നിരീക്ഷിക്കാം. എന്താ ചെയ്യുന്നതെന്ന്. ഓക്കെ, അവരിത് അവിടെ പോയി ഇരിക്കാൻ പോന്നു. ഇത് കിട്ടി. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം സന്തോഷമാണ്. ഓക്കെ, അങ്ങനെ അവർക്ക് ആ ഒരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ നെക്സ്റ്റ് ലെവല്? മിസ്റ്റി എവിൽനെസ് സ്നോ ബോൺസ് സെറ്റ് ഫ്രീ ദ പുവർ ക്യാറ്റ് ദാറ്റ് ഷീ ലോക്സ് അപ്പ്. ഓക്കെ, അവർ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ക്യാറ്റിനെ നമ്മൾ വെളിയിൽ ഇറക്കണം. അതിന് വേണ്ടി നമുക്ക് എന്താണ് ആവശ്യമുള്ളത്? ഒരു വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, ഗീസ് താക്കോൽ അവിടെ തന്നെ ഇരിപ്പുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് അവരെ വെളിയിലേക്ക് ഇറക്കാം. ഗൈസ്, 2 പ്രാവശ്യത്തെ തോൽവിക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു. ഈ പ്രാവശ്യം നമ്മൾ തോറ്റെഴുത്തും കേട്ടിട്ടില്ല. പിന്നെ തുറക്കാൻ പറ്റും. ഗൈസ്, നമുക്ക് മറ്റേ മാർക്കറ്റ് പ്ലേസിൻ്റെ അവസാനത്തിൽ നിന്ന് കേട്ടോ ഇത് മേടിക്കാം. ഓക്കെ, ഇനി തുറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓക്കെ, അത് നമുക്ക് യൂസ് എന്ന് പറഞ്ഞാൽ അതിൽ നിൽക്കണം. യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇനി നമ്മൾ തുറന്നിത് ചവിട്ടാൻ സൂക്ഷിച്ച് മണ്ടയിലേക്ക് പോകുന്നു. ഇപ്രാവശ്യം അത് ചവിട്ടില്ല. ഇപ്രാവശ്യം നമ്മളെല്ലാം പ്ലാൻഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ ആദ്യം തന്നെ പോകുന്നു. അവർ നമ്മളെ കണ്ടു, നമ്മളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഈ താക്കോൽ ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നു. ഈ കഥ തുറന്നിടണം. കഴിഞ്ഞ 2 പ്രാവശ്യം മറ്റേ 2 കഥയിൽ കൂടെ പോയപ്പോഴും അവരെന്നെ പിടിച്ചു. അപ്പോൾ നമുക്ക് ഈ കഥ ഈ പ്രാവശ്യം പോവാം. ഓക്കെ, അത് നമ്മൾ തുറന്നു. ഇനി നമുക്ക് ഓടാം. എന്നാ ഓപ്പൺ ദ ഡോർ ആൻഡ് പിക്കപ്പ് ദ ക്യാറ്റ്. ഓക്കെ, ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പോകാനാണ് നമ്മളോട് പറയുന്നത്. സോ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഓടുവാണ്. അയ്യോ, ക്യാറ്റിനെ കയ്യിലെടുക്കണമായിരുന്നു. അതെനിക്കറിയത്തില്ലല്ലോ. അത് കുഴപ്പമില്ല, അത് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പൊക്കോട്ടെ അല്ലേ. ഓക്കെ, നമുക്കെന്തായാലും ഇതുവഴി താഴേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാം. അവർ നമ്മളെ തപ്പിക്കൊണ്ട് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങി ഓടാം. ഓക്കെ, ഇതിൽ തൊടാതെ സുഖമായിട്ട് നമ്മൾ വെളിയിലേക്ക് എത്തുന്നു. എൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് ഇരുന്നു. എന്നിട്ട് നമ്മളിത് അടയ്ക്കുന്നു. യെസ്, അവർ നമ്മളവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തിരിച്ചു പോകുന്നു ക്യാറ്റിനെ നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം അവർക്ക് ഈ ക്യാറ്റിനെ കിട്ടുമോ? ഇല്ല, കാരണം നമ്മൾ അതിനടുത്ത് മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, തോറ്റു. അവർ തോറ്റു, നമ്മൾ ജയിച്ചു. അപ്പോൾ ബൈ.